പകരം എന്തോ
ശക്തിയോടെ സന്തോഷത്തോടെ നമ്മുടെ മഹായോഗത്തിന്റെ 6ാം രാത്രി നാം കടന്നു വന്നിരിക്കുകയാണ്. ശാരീരികമായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ആത്മാവ് നമ്മൾ ബലപ്പെട്ടിരിക്കുക. കരപിടിച്ച കുഴപ്പമില്ല. എനിക്കതാ ഇഷ്ടം. വെറുതെ അങ്ങനെ അനങ്ങാതെ മൂടി കെട്ടി തീരാനല്ല, നല്ല കൈ വല്ലതും അടിച്ചോണ്ടിരിക്കുക. ഞാൻ ഇവിടെ നിനക്കറിയാമല്ലോ, ഞാൻ അമേരിക്ക വന്ന ശേഷം ഇപ്പൊ 2-2.5 ആഴ്ചയായി. ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ 2, 3, 4 ശുശ്രൂഷകൾ ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊണ്ടയുടെ ഡയഫ്രത്തിന് സ്വല്പം കുഴപ്പമെന്നേ ഉള്ളൂ, ആത്മാവിന് ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. എന്തൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അച്ഛാ ഇത് എങ്ങനെ നടക്കുന്നതെന്ന്. ഞാൻ പറയുന്നത് ശരീരബലമല്ല, അതിനേക്കാൾ ഉപരിയായ വേറൊരു ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ബലവും. യഹോവയിലെ സന്തോഷമാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷമുണ്ട്. കടന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരെയും ദാസന്മാരെയും ഈ മഹായോഗത്തിലേക്ക് ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന കർത്താദാസൻ പാസ്റ്റർ ബാബു ചൊറിയൻ അവരുകൾ കഴിഞ്ഞ രാത്രികാലം നമ്മുടെ മതിൽ ദൈവവചനം വളരെ ശക്തിയോടെ ശുശ്രൂഷിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാൻ വേണ്ടി കർത്താദാസനെ നമ്മുടെ മതിൽ ദൈവം അയച്ചിട്ടുണ്ട്. എത്ര സന്തോഷമുണ്ട്. അനേക വർഷങ്ങളായി കർത്താദാസനെ ദൈവം ശക്തിയോടെ നമ്മുടെ മതിൽ ഉപയോഗിക്കുന്നു. അതിവിടെ കടന്നു വരുന്നതായ ആയിരങ്ങൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുള്ളതായ 10,000 ആളുകൾക്ക് വീഡിയോയിൽ കൂടെ, VCD-യിൽ കൂടെ, CD-യിൽ കൂടെ, ഇന്റർനെറ്റിൽ കൂടെ ധനകരവുമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ളതായ ജനങ്ങൾ മുഴുവനും അമേരിക്കയിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. എന്റെ സ്നേഹം, ദൈവവചനം കേൾക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഹൃദയങ്ങളെ, മനസ്സ് എല്ലാം തുറക്കണം. കണ്ണുകളെ തുറക്കണം, മനസ്സിനെ തുറക്കണം, ഹൃദയത്തെ തുറക്കണം. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ സ്റ്റേജിൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം പോലെ ഒരു 100-200ഓളം പാസ്റ്റേഴ്സും കുട്ടി പാസ്റ്റർമാരും ഇതുകൊണ്ട് അവരിപ്പോ ദൈവത്തെ സ്തുതിക്കും. സീനിയർ ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ടിരിക്കും. അതാണ് പ്രത്യേകത. ഇപ്പൊ കൈകൊട്ടും, പാടും, തുള്ളിച്ചാടും, ആരാധിക്കും. കുറച്ചു കഴിയുന്ന സൂപ്പർവൈസർ ആവുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രികാലം ഇവിടെ സൂപ്പർവൈസേഴ്സ് ഇല്ല, എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ്. അതുകൊണ്ട് ഒരുമിച്ച് നമ്മൾ ദൈവത്തെ നാമത്തെ ഉയർത്താൻ പോകുകയാണ്. കർത്താദാസനെ ഇന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ബലപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് പുറകിൽ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യാം. പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കും കർത്താദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കരങ്ങളെ അടിച്ച് തുറവെക്കുന്ന രീതിയിൽ കർത്താദാസനെ സ്വീകരിച്ചാണ്. ശക്തിയോടെ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താദാസനെ സ്വീകരിക്കാം. രണ്ട് കൊരിന്ത്യർ 5-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14 മുതൽ 19 വരെ ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചുമിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം നന്നായി ശ്രദ്ധിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കൃപയ്ക്കു വേണ്ടി ആത്മാർത്ഥമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വേണ്ടി തന്നതിനാൽ സ്തോത്രം, അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതിനാൽ സ്തോത്രം.
ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു കൂട്ടായ്മ ഒരുക്കിയതിനാൽ സ്തോത്രം. ഇവിടെ വന്നുകൂടിയ മുഴുവൻ ജനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കും. ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവവചനത്തിനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യും. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി, ഇതാണ് ഇന്നത്തെ സന്ദേശം. എല്ലാവരും ചേർന്നെന്ന് പറയാമോ? ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി. ഇവിടെ വായിച്ച തിരുവെഴുത്തുകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 2-3 ചിന്തകളിലൂടെ ഈ സന്ദേശം വിശദീകരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒന്ന്, ക്രിസ്തുവിൽ ഒരുവൻ പുതുസൃഷ്ടിയാകുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് ഒന്നാമത് ഈ ഭാഗത്തുനിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എങ്ങനെ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലാകാം, ക്രിസ്തുവിൽ പുതുസൃഷ്ടിയാകാം? അതിനുള്ള മാർഗം ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എല്ലാവർക്കും വേണ്ടി മരിച്ചവനെ തിരിച്ചറിയുക. എല്ലാവർക്കും വേണ്ടി മരിച്ചവനെ തിരിച്ചറിയുകയാണ് ക്രിസ്തുവിലാകുവാനുള്ള മാർഗം. അതുതന്നെയാണ് പുതുസൃഷ്ടി ആകുവാനുള്ള മാർഗവും. രണ്ടാമത്തെ ചിന്ത, അങ്ങനെ എല്ലാവർക്കും വേണ്ടി മരിച്ചവനെ തിരിച്ചറിഞ്ഞാൽ തുടർന്ന് എന്ത് ചെയ്യണം? തുടർന്ന് അത് വ്യക്തിപരമായി അംഗീകരിക്കണം. അതായത് എനിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത് എന്ന് അംഗീകരിക്കണം. മൂന്നാമത്തെ കാര്യം, അവൻ മരിക്കണം. അത് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ പേടിക്കേണ്ടി വരികയില്ല. അല്ലെങ്കിൽ അപ്പൊ കർത്താവിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചിട്ട് ഉടനെ മരിക്കണോ എന്ന് തോന്നിപ്പോകും. പക്ഷേ ബുദ്ധിമുട്ടുള്ള ആ കാര്യം ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ കർത്താവ് നിർബന്ധിക്കപ്പെടുന്നു. അപ്പൊ 1, തിരിച്ചറിയുക; 2, അംഗീകരിക്കുക; 3, മരിക്കുക. ഈ 3 കാര്യമാണ് ഒരുവൻ പുതുസൃഷ്ടിയാകുന്നതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ 3 പടികളിലൂടെ ഇവൻ കടന്നു പോകുമ്പോൾ തുടർന്ന് അവനിൽ സംഭവിക്കുന്നത്, അവന്റെ മനസ്സ്, അവന്റെ ചിന്ത, അവന്റെ സ്വപ്നം, അവന്റെ കാഴ്ചപ്പാട്, അവന്റെ പെരുമാറ്റം, അവന്റെ സ്വഭാവം, അവന്റെ വിലയിരുത്തലുകൾ എല്ലാം പാടെ മാറുന്നു. അങ്ങനെ അവൻ പുതിയതായിത്തീരുന്നു. ഒടുവിലത്തെ ചിന്ത, ഇങ്ങനെ തങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ തിരിച്ചറിയുകയും അവനെ അംഗീകരിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി തീരുകയും ചെയ്തവരുടെ കർത്തവ്യമാണ് നാലാമത്തേതും ഒടുവിലത്തേതുമായ ചിന്തയായി ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്. ഈ മഹാസമ്മേളനത്തിൽ വചനത്തിൽ അധിഷ്ഠിതമായി വചനം ഗ്രഹിച്ചു പോകുന്ന ഒരു സന്ദേശത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ വളരെ ആത്മാർത്ഥമായി ഉത്സാഹിപ്പിക്കുന്നു.
നമുക്ക് ശ്രദ്ധയോടുകൂടെ ഈ വചനഭാഗം മനസ്സിലാക്കുവാൻ ഉത്സാഹിക്കാം. ഇത് റെക്കോർഡ് ചെയ്യുന്നുള്ളതിനാൽ ഈ മെസ്സേജ് നിലനിൽക്കും. അതുകൊണ്ട് ഒരു പ്രാവശ്യം കേട്ടിട്ട് പിടികിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് വളരെ വ്യക്തമായി ക്രിസ്തീയ ഉപദേശ സത്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇവിടെയും എവിടെയും, ഏത് നാട്ടിലും, ഏത് സ്ഥലത്തും, ഏത് സാഹചര്യത്തിലുമുള്ള എല്ലാ ശ്രോതാക്കളെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹീതനായ ദാസൻ, എന്റെ സ്നേഹിതൻ ഡോക്ടർ ജോൺസൺ ഡാനിയലിനും കുടുംബത്തിനും, അമേരിക്കയിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ മോൻസി കുടുംബത്തിനും, മറ്റ് എല്ലാ സഹോദരീ സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, സുഹൃത്തുക്കൾ, പ്രാർത്ഥനാ സഹകാരികൾ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് സന്ദേശത്തിന്റെ ഉള്ളറയിലേക്ക് നാം കടക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു. 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. വാക്യം 17 ഇങ്ങനെ വായിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. ഇത് ശരിയാണോ? നിങ്ങൾ പുതിയ സൃഷ്ടി ആയിട്ടുണ്ടോ? അങ്ങനെയൊരു മാറ്റം സംഭവിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ മാറ്റം എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം ശക്തമാണ്? ഇത് മാറ്റുന്ന പുസ്തകമാണ്, മാറാത്ത പുസ്തകവുമാണ്. ഇത് മനുഷ്യനെ മാറ്റുന്ന പുസ്തകമാണ്. ചിന്താഗതികളെ മാറ്റുന്ന പുസ്തകമാണ്. കാഴ്ചപ്പാടുകളെ മാറ്റുന്ന പുസ്തകമാണ്. കണക്കുകൂട്ടലുകളെ മാറ്റുന്ന പുസ്തകമാണ്. എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത പുസ്തകവുമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രസംഗം എന്തിനാ? മാറ്റങ്ങൾ ഉളവാക്കാനാ. ആരിൽ? കേൾവിക്കാരിലും പ്രസംഗികരിലും. ഓരോ പ്രസംഗവും മാറ്റങ്ങൾ ഉണ്ടാക്കണം. നിന്നടത്ത് തന്നെ നിൽക്കാനാണെങ്കിൽ എന്തിനാ കേൾക്കുന്നത്? ഇന്നലത്തെ ചിന്തയിൽ നിന്ന് മാറ്റം ഈ പ്രസംഗത്തിലൂടെ നമുക്കുണ്ടാകണം. ആളുകളെ മാറ്റുന്നതാണ് പ്രസംഗങ്ങൾ. സുവിശേഷ പ്രസംഗം വ്യക്തികളിൽ വരുത്തിയ മാറ്റം എത്രയോ വലുതാണ്. സുവിശേഷ പ്രസംഗം കുടുംബങ്ങളിൽ വരുത്തിയ മാറ്റം എത്രയോ വലുതാണ്. സുവിശേഷ പ്രസംഗം
സമൂഹത്തിൽ വരുത്തിയ മാറ്റം എത്രയോ വലുതാണ്. സുവിശേഷ പ്രസംഗം രാഷ്ട്രങ്ങളിൽ വരുത്തിയ മാറ്റം എത്രയോ വലുതാണ്. നരഭോജികളെ നരസ്നേഹികളാക്കിയത് സുവിശേഷ പ്രസംഗമല്ലാതെ മറ്റെന്താണ്? അതേ പ്രസംഗം ഇന്ന് രാത്രിയിൽ ചെറുവക്കൽ ഗ്രൗണ്ടിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇത് മാറ്റത്തിന്റെ കാഹളമാണ്. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കുള്ള മാറ്റം, രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്കുള്ള മാറ്റം, മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള മാറ്റം, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള മാറ്റം, ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാറ്റം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള മാറ്റം. രക്തത്താൽ ജയം. ഇന്ന് രാത്രിയിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നിനക്ക് ഏത് മാറ്റം വേണോ അത് തരുന്ന സ്ഥലത്ത് നീ വന്നിരിക്കുന്നത്. ശൗൽ എന്നൊരു മനുഷ്യൻ പണ്ട് ജീവിച്ചിരുന്നു. ശൗൽ ചെറുപ്പകാലത്ത് അപ്പന്റെ കഴുതയെ നോക്കി നടക്കുകയായിരുന്നു. കഴുതയെ കാണാതെ പോയി. നോക്കി 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 ഒടുവിൽ ചെറുക്കനെ കാണാതെ പോയി. അപ്പനാകെ അങ്ങനെ അപ്പിലായി. ഇനി കഴുതയില്ലേലും കുഴപ്പമില്ല, കൊച്ചിനെ കിട്ടിയാൽ മതി. ഇത് ഇന്നത്തെ മനുഷ്യന്റെ ചിത്രമാണ്. ഭൗതികതയുടെ പുറകെ നടന്ന് ഒടുവിൽ ആളെ കിട്ടാനില്ലാതെ വരും. തിരിച്ചറിഞ്ഞാൽ നല്ലത്. ഈ കൊച്ചനെന്താ കഴുത കിട്ടാതെ വന്നപ്പോ വീട്ടോട് പോവാന് എന്റെ ഊഹം പറയാം. അപ്പം പറഞ്ഞിട്ടുണ്ട് കഴുത കൊണ്ടു പോരാവളോ. ആ കഴുതയില്ല, നീ ഇനി വരണ്ടാന്ന്. അപ്പൊ നിനക്കും കഴുതയ്ക്ക് ഇവിടെ ഒരു വിലയുള്ളപ്പോ അതുകൊണ്ടാണ് അവൻ കഴുത കിട്ടാൻ അത്തോട്ട് പോകാഞ്ഞത്. ഇതെല്ലാം അപ്പന്മാര് പറഞ്ഞോണം, ഇതെല്ലാം പേരൻസ് പറഞ്ഞോണം. ഭൗതികതയ്ക്ക് വേണ്ടി, ലൗകികതയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി മക്കളെ കളയരുത്, മക്കളെ നശിപ്പിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തോട് എനിക്കൊരു ദൂത് പറയാറുണ്ട്. ലൗകികതയ്ക്ക് വേണ്ടി തലമുറയെ കളയരുത്. യേശുവിന്റെ നാമത്തിൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മ നിലവിൽ പ്രവചിച്ചു ഞാൻ പറയുന്നു, നീ ഓടിയതും അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും വെള്ളത്തിലാകും. യേശുവിൻ നാമത്തിൽ ഈ ദൂത് ഹൃദയത്തിനകത്ത് കടക്കട്ടെ. നീ ഒരായുസ് മുഴുവൻ അധ്വാനിച്ചത് മടുക്കാതെ കളയരുതേ. നിന്റെ തലമുറ എവിടെ? നിന്റെ തലമുറ എവിടെ? നിന്റെ തലമുറ എവിടെ? കഴുതയുടെ പുറകെ പോയ നിന്റെ സന്തതി തിരിച്ചു വരുന്ന ലക്ഷണം കാണുന്നില്ല. എന്തുകൊണ്ടാ? എന്റെ അപ്പന് കഴുത മതിയെന്ന് പിള്ളേർക്ക് പിടികിട്ടി. നിന്റെ ഹൃദയത്തിൽ വലുത് കാശാണോ? ചോദ്യം നിന്നോട് തന്നെ ചോദിക്കണം. മാനസാന്തരം ആർക്കാ വേണ്ടത്? നിന്റെ ഹൃദയത്തിൽ വലുതേതാ? അതാ ദൈവം, അതാ ദൈവം, അതാ ദൈവം. നിന്റെ ഹൃദയത്തിൽ വലുതേതാ? പിള്ളേരതേ മനസ്സിലാക്കുള്ളൂ. സഭായോഗത്തിൽ ഞായറാഴ്ച വരുമ്പോൾ ദൈവം വലുതാന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ നിന്റെ ഹൃദയത്തിൽ ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് നിന്റെ മക്കൾ കാണും. പൊട്ടിക്കരയേണ്ട ദിനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വന്നിരിക്കുന്നു. പ്രവാചക ശബ്ദമായി ഇത് എഴുതിയിട്ടോ, നിന്റെ മക്കളെ ഓർത്ത് കരയുക.
ലോകം എനിക്കു വേണ്ട. പിന്നെ എന്നാ വേണ്ടേ? പിന്നെ എന്നാ വേണ്ടെന്ന അതേ മതി. ആരോ പറഞ്ഞു, നമ്മൾ നുണ പറയില്ല, നുണ പാടുകയുള്ളൂ. ആ ഹല്ലേലൂയ. പാവപ്പെട്ട ആരോ മനസ്സിൽ നിന്ന് പാടി പോയതാണ്. പാടാൻ നിനക്ക് തന്നെ അവകാശം. മിണ്ടി പോകരുത്. ഈസ്റ്ററിനും ഓണത്തിനും കുടിച്ച് വഴി കിടക്കും, അല്ലാത്തപ്പോ കുടിച്ചു വീട്ടിൽ കൂടെ പരിധി നടക്കും. ആ പുള്ളി ഒരു ശവടക്കിന് പാടുക, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. അവിടെ ഇരുന്ന് ദൈവാസനോട് ചോദിച്ചു, ആരായിരുന്നു ഈ 10 ദിവസം കൊടുത്തത്? അത് തന്നെ എനിക്ക് ചോദിക്കാമോ? എല്ലാ പാട്ടൊന്നും പാടരുത്, വേറെ ഒരു പാട്ട് തപ്പി എടുത്ത് പാടിക്കോണം. ജീവിതത്തിലില്ലാത്തതെന്തിനാ വെറുതെ പാടുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പറയാമെന്ന ദൂത് പറഞ്ഞില്ല, ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞതൊക്കെ പറയാ. അത് ബ്രാക്കറ്റ് ഇട്ടത് ചിലപ്പോ അതായിരിക്കും ഇന്നത്തെ സ്പെഷ്യല്. ചില ഹോട്ടലിൽ ചെല്ലുമ്പോൾ കാണില്ല ടുഡേ സ്പെഷ്യൽ. അത് കുറിച്ചിട്ടോ, ടുഡേ സ്പെഷ്യൽ, ദിസ് ഈസ് ദ സ്പെഷ്യൽ. പ്രൈസ് ഗോഡ്. ഞാൻ പ്രസംഗ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിന്റെ ദൂതിലാണ് വിശ്വസിക്കുന്നത്. ഈ തലമുറയോടുള്ള ദൈവത്തിന്റെ ദൂതത്രേ ഇത്. കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പറയാമെന്ന ഭാഗത്തേക്ക് വരുന്നു. ചെറുക്കൻ കഴുത കെട്ടി കിട്ടാതെ തിരിച്ചു പോവുകയില്ല. വിഷമിച്ച് നിന്നപ്പോ കൂടെ നിന്ന് ചെറുക്കൻ പറഞ്ഞു, ചായ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ ഈ പരിസരത്തുണ്ട്. എല്ലാ പരിസരത്തും ഓരോരുത്തരുണ്ട്, നല്ലതല്ല. എല്ലാ പഞ്ചായത്തിലും പ്രാർത്ഥിക്കുന്ന ഒരാളെ ഉണ്ടായിരുന്നു നല്ലതല്ല. ഈ വഴിതെറ്റിപ്പോയവർക്കൊന്ന് കയറി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഹല്ലേലൂയ. നിന്റെ ദേശത്ത് വഴിമുട്ടുന്നവൻ, നിന്റെ ദേശത്ത് വിഷം കുടിക്കാൻ ഒരുങ്ങുന്നവൻ ഒന്ന് കയറി പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമുണ്ടോ? യെസ്, ഡോക്ടർ ഉപേക്ഷിച്ചാൽ ഒന്ന് കയറി പ്രാർത്ഥിക്കാൻ ഒരു വീടുണ്ടോ? മന്ത്രവാദം ചെയ്ത് മുടിഞ്ഞ കുടുംബങ്ങൾക്ക് ഒന്ന് കയറി പ്രാർത്ഥിക്കാൻ ഒരു വീടുണ്ടോ? ക്രിസ്ത്യാനിയെ, നിന്നെ എന്തിനിവിടെ വച്ചിരിക്കുന്നു? ഇവിടെ ഒരു ദൈവദാസനുണ്ടല്ലോ, ഒന്ന് കയറി പ്രാർത്ഥിച്ചാലോ? അന്നേരം ആ ശവലെന്ന് പറഞ്ഞാൽ അവരൊക്കെ പറയാം, കുഴപ്പമില്ല, നീ പറഞ്ഞ ഐഡിയ കൊള്ളാം, പക്ഷെ സ്വത്രാഴ്ചക്ക് പൈസ എടുത്തിട്ടില്ലെന്ന്. അല്ല, നമുക്ക് ഗുണമുള്ളവനാ. കാര്യം കഴിഞ്ഞറിയാൻ വിട്ടെങ്കിലും സ്വത്രാഴ്ച ഇടാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, അതാ ഈ പഴയ മണ്ണിന്റെ ഗുണം. എത്ര പോയാലും എന്തെങ്കിലും ഒരു നന്മ കാണും. ഹല്ലേലൂയ. അതാ അമ്മ എടുക്കാതെ പോകും. ഇതിന് പോയതല്ലേ, യോഗ്യ പോയതല്ലോ. അപ്പൊ ബാല്യക്കാരൻ പറഞ്ഞു, അത് ഞാൻ തന്നോളാന്ന് പറയും. ഇവനേക്കാൾ വേദം അവൻ. സ്വത്രാഴ്ചകളുടെ കാശ് ഞാൻ തരാമോ? അങ്ങനെ പോയി അവിടെ ചെന്നു. അപ്പൊ എന്താ വഴി പറഞ്ഞു, മോനെ സ്വത്രാഴ്ചയൊക്കെ കയ്യിലിരുന്നോട്ട് കാര്യം ആദ്യം കേട്ടൂതം കേട്ടോളാം. നിന്റെ അപ്പന് വലിയ മാറ്റം വന്നിരിക്കും, കഴുതെന്നുള്ള ചിന്ത തീർന്നു. അതല്ലേ വലിയ സംഗതി. നിന്റെ അപ്പനെ കഴുതയെ കുറിച്ചുള്ള ഭാരം പോയി, നിന്നെ കുറിച്ച് ഭാരം തുടങ്ങി. അതാണ് ഇന്ന് രാത്രി സംഭവിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ അതാ സംഭവിക്കുന്നത്. നമ്മുടെ കാരണന്മാർക്ക് അതാ സംഭവിക്കുന്നത്. നമ്മുടെ പേരൻസിന് അതാ സംഭവിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ആ ചിന്ത ഉണ്ടാകട്ടെ. കാശ് 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 എന്നുള്ള ചിന്ത വിട്ടിട്ട് എന്റെ തലമുറ, എന്റെ തലമുറ, എന്റെ തലമുറ, എന്റെ തലമുറ ദൈവരാജ്യത്തിലെത്തണം. എന്റെ തലമുറ
ചിന്തയ്ക്ക് മാറ്റം, അവന്റെ അപ്പന് മാറ്റം, അവന്റെ തറവാടിന് മാറ്റം. ഇന്ന് രാത്രി ദൂത് കേട്ടുകൊള്ളുക. വചനത്തിന്റെ മുൻപിൽ ശരിയായി സമർപ്പിച്ചാൽ നിനക്ക് മാറ്റം, നിന്റെ വീട്ടിൽ മാറ്റം, നിന്റെ നാട്ടിൽ മാറ്റം, നിന്റെ രാജ്യത്ത് മാറ്റം. ഓ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി സംസാരിക്കുന്നു. മാറ്റത്തിന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവൻ ദൈവോദരത്തിന് മുമ്പിൽ സമർപ്പിച്ചാൽ അവന്റെ ശരീരത്തിന് നിലമാറും, അവന്റെ മനസ്സിന്റെ നിലമാറും. എത്ര തെളിവ് വേണം? ഭീരുക്കളായവര്, പേടിത്തൊണ്ടന്മാര് വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ കണ്ടു നിൽക്കുന്നവർ ചോദിക്കുന്നു, ഇവരുടെ ധൈര്യം കണ്ടോ? ഇവരുടെ ധൈര്യം കണ്ടോ? ഇതെന്താണെന്നറിയാമോ? ഇത് പരിശുദ്ധാത്മാവ് വരുത്തിയ മാറ്റമാണ്. അവരെ കുറിച്ച് പിന്നീട് പറയുക, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ. ഇതാ മാറ്റം, ഇതാ വിപ്ലവം. ഞാൻ വിശ്വസിക്കുന്നു വിപ്ലവത്തിൽ. ആത്മീക വിപ്ലവം, സുവിശേഷ വിപ്ലവം, വചനത്താൽ വരുത്തുന്ന മാറ്റമറിച്ചിലുകളിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ വചനത്തിന്റെ മുൻപിൽ, സുവിശേഷത്തിന്റെ മുമ്പിൽ, ക്രൂശിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ സമർപ്പിക്കുമ്പോൾ അവനിൽ മാറ്റം, അവന്റെ കുടുംബത്തിൽ മാറ്റം, അവന്റെ പേരൻസിൽ മാറ്റം, കാഴ്ചപ്പാടുകൾ മാറുന്നു. പ്രവാചകൻ ശൗൽ എന്ന കൊച്ചനോട് പറയാ, മോനെ, നിന്റെ അപ്പൻ കഴുതയെ കുറിച്ചുള്ള ചിന്ത നിർത്തി. എന്റെ കൊച്ചേന്ന് പറഞ്ഞ് കരയാ. ഓട് നേരെ വീട്ടോട്ട് പോക്കോ, കഴുത കിട്ടിയിട്ടുണ്ട്, പേടിക്കണ്ട. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് തോത് കിട്ടി മനസ്സിലാകുന്നുണ്ടോ? കഴുതയ്ക്കും മാറ്റമാണ്. അത് തിരിച്ചു വന്നേ. നിന്റെ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിന്റെ റബ്ബറൊക്കെ ശരിയാവുമെന്ന, മോട്ടോർ സൈക്കിൾ ശരിയാവുമെന്ന, കൃഷിയൊക്കെ ശരിയാവുമെന്ന, പിള്ളേരുടെ വിദ്യാഭ്യാസം ശരിയാവുമെന്ന, ഒരു വിവരമില്ലാത്ത കഴുത തിരിച്ചു വന്നെങ്കിൽ എന്നോ തിരിച്ചു വരികയില്ലാത്ത പറഞ്ഞാൽ കേൾക്കാത്ത നിന്റെ സന്തതി വഴിക്ക് വരുമെന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു. നീ ഒന്നുകൂടെ മാനസാന്തരപ്പെട്, നീ ഒന്നുകൂടെ വചനത്തിന് മുമ്പിൽ മുട്ടുകുത്ത്, നിന്റെ കഴുത തിരിച്ചു വരും. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്നുണ്ട്. ഇന്ന് തകരുന്ന രാത്രിയായിരിക്കും. പാറ പോലെയുള്ള ഹൃദയങ്ങൾ പൊട്ടി തകരുന്ന രാത്രിയാണ് ഇന്ന്. നീ അലറി കരഞ്ഞു. നിന്റെ തലമുറയെ ദൈവം മടക്കി വരുത്താൻ പോകുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലരുടെ കുടുംബങ്ങളിൽ മക്കൾ മടങ്ങി വരാൻ പോകുന്നു. ചിലരുടെ കുടുംബങ്ങളിൽ ആരാധനയ്ക്ക് വരാത്ത സന്തതികൾ, പ്രാർത്ഥനയ്ക്കിരിക്കാത്ത സന്തതികൾ, വഴിവിട്ടുപോയ സന്തതികൾ മടങ്ങി വരുന്നു എന്നൊരു ദൂത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ അതിശക്തമായി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അയ്യോ, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അവർ മിഷണറിമാരാകണം, അവർ സുവിശേഷകന്മാരാകണം. കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വിശ്വസനായിരുന്നു എന്ന് പറയാറില്ലേ? ശരിയാണോ ഈ പറയുന്നത്? എന്നിട്ട് ഞാൻ പിള്ളേരെ ആരും സുവിശേഷത്തിലേക്ക് വിടാത്ത? കർത്താവ് നല്ലവനായിരുന്നു, വിശ്വസനായിരുന്നു, എന്നിട്ട് എന്നെ പിള്ളേരെ സുവിശേഷത്തിലേക്ക് വിടാത്തെന്ന്? അയ്യോ, അതിപ്പോൾ ഇഷ്ടംപോലെ ഉദ്ദേശമുള്ളതുകൊണ്ടാ. ആര് പറഞ്ഞുകൊണ്ടെന്ന്? ഒരു അനൗൺസ്മെന്റ് ഇപ്പോഴും കിടക്കുക. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. അയ്യോ, അത് നേരാണോ വാസ? ഇപ്പൊ അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു? വേല ചെയ്യുന്ന വേലക്കാർ ചുരുക്കമാണ്. എനിക്കതിനപ്പുറം പറയാൻ ഇപ്പൊ പേടിയാണ്. വേറെ ആരുടെ കാര്യം കുറ്റം പറയാനല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്. എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ ജോലി ഒരുപാടൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ വീട്ടൊക്കെ കഴിയുന്നവർ ജോലി കിട്ടണ്ടേ?
എന്തൊക്കെ കഴിഞ്ഞാലും ഇപ്പൊ കിട്ടുകയില്ല. PhD പോകുക. അപ്പൊ അതിന്റെ അർത്ഥം ഒഴിവില്ലെന്നാ. ഒഴിവില്ല, എന്നാൽ ഇവിടെ ഒഴിവുണ്ട്. എന്നിട്ടെന്നാ വിടാത്ത? അത് പാസ്റ്റർ പിള്ളേർക്ക് വിളിയില്ലാത്തോണ്ടാണ്. അപ്പൊ ഒരു സംശയം, എഞ്ചിനീയറിംഗിന് വിളിയുണ്ടോ? അത് നിങ്ങൾ കൊടുത്ത വിളിയാ. നിങ്ങൾ കൊച്ചു പാലുപടി തുടങ്ങിയപ്പോ തൊട്ട് എഞ്ചിനീയറിംഗ് ഓതി കൊടുത്തിട്ടല്ലേ കൊച്ചു പോയത്? അല്ലേ? നെഞ്ചത്തെ കേട്ടോ നിജവിജയുടെ നാമത്തിൽ സത്യം ചെയ്തു പറ. അതുപോലെ നീ ചെറുപ്പം തൊട്ടൊന്ന് പറ, മോനെ ലോകത്തിൽ ഇതുപോലൊരു ജോലിയില്ല, മോനെ ലോകത്തിൽ ഇതുപോലൊരു വേലയില്ല, മോനെ ലോകത്തിൽ ഇതുപോലൊരു പദ്ധതിയില്ല എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഒരെണ്ണേലും വരികയായിരുന്നു. അയ്യോ ആശ്രയ ചെറുപ്പത്തിൽ പറയാൻ പറ്റിയില്ല, സാരയില്ല, എന്ന് തുടങ്ങിക്കും. ഇനി ഇച്ചിരി പലിശ കൂട്ടി ചെയ്യേണ്ടി വരും. എക്സ്ട്രാ 2 മണിക്കൂർ ഓരോ ദിവസം വെച്ച് പിഴ കെട്ടണം. അപ്പൊ ശരിയായിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റം വരുത്തുന്ന വചനം, മാറാതെ നിൽക്കുന്ന വചനം. ഹല്ലേലൂയ. എങ്ങനെ മാറ്റം വരും? ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഇതിനൊരു ഫണ്ടമെന്റൽ ഡോക്ട്രിൻ ഉണ്ട്. ഞാനത് വിവരിക്കാം, ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് വായിച്ച് സഹായിച്ചേര്. വചനം വായിക്കാൻ തുടങ്ങുകയാണ്. അതിന് മുമ്പ് ഒന്നുകൂടെ പറയാം. മാറ്റത്തിന്റെ തുടക്കം എവിടെ നിന്ന്? വാക്യം 14-15 ഒന്നും കൂടെ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഇതിന്റെ അടിസ്ഥാനം. ഞാൻ വിവരിക്കാം. ആദ്യം പറഞ്ഞല്ലോ, ഒന്നുകൂടെ പറയാം. ഒന്ന്, എല്ലാവർക്കും വേണ്ടി മരിച്ചവനെ തിരിച്ചറിയാം. ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് പോലും അറിയാം. വലിയവരാരും വേണ്ടരുത്, പിള്ളേരെല്ലാവരും കൂടെ പറയാൻ പോവാ. എല്ലാവർക്കും വേണ്ടി മരിച്ചയാളുടെ പേര് പറഞ്ഞ മക്കളെ കുറച്ചു പറഞ്ഞോ? ചൂടെ ഉറക്കെ പറ പ്ലീസ്. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി മരിച്ചവരാര്? കുറച്ച് പറഞ്ഞാട്ട് എല്ലാവരും. യേശു. ആമേൻ, ആമേൻ. ഒരു രാജ്യത്തിന് വേണ്ടി മരിച്ചവരുണ്ട്, ഒരു കുടുംബത്തിന് വേണ്ടി മരിച്ചവരുണ്ട്, ഒരു സമൂഹത്തിന് വേണ്ടി മരിച്ചവരുണ്ട്. എന്നാൽ എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ജനിച്ചവർക്കും ജനിക്കാനുള്ളവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരുവനെ മരിച്ചിട്ടുള്ളൂ. അതെന്റെ കർത്താവാണ്. നിനക്ക് വേണ്ടിയാണ്. ഞാൻ പ്രവർത്തിക്കുന്ന ഏരിയയിൽ പിറവത്തിനടുത്ത് മുളന്തുരുത്തിക്കടുത്തൊരു സഭയിലെ ഒരമ്മച്ചിയെ കാണാൻ ചെന്നപ്പോ അമ്മച്ചി പെട്ടെന്ന് എന്നോട് പറയാ, പാസ്റ്ററേ, ലോകത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞറിയാൻ മേല. എന്നെയാ? അമ്മച്ചി പറയൂ. ഞാൻ ഉടക്കാൻ പോയില്ല. അമ്മച്ചി പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കർത്താവ് സ്നേഹിച്ച അമ്മച്ചിയാണ്. ഞാൻ എന്നെയാന്ന് പറഞ്ഞോണ്ടിരിക്കുക. പ്രായമായല്ലോ എന്ന് ഓർത്ത് ഞാൻ അതൊക്കെ ക്ഷമിച്ചു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് എന്നെയാണ്. നിങ്ങൾ സമ്മതിക്കൂ? അതാ പ്രശ്നം. ഇത് സമ്മതിച്ചവരൊക്കെ, ഇത് മനസ്സിലാക്കിയവരൊക്കെ ഭാഗ്യവാന്മാർ. എന്നെ എന്റെ കർത്താവ് ഏറ്റവും സ്നേഹിച്ചു. ലോകത്തിൽ എല്ലാവരെക്കാളും അധികം സ്നേഹിച്ചു. ഇത് മനസ്സിലാക്കിയവരൊക്കെ ഒന്നുകൂടി ഉറക്കെ അല്ലെങ്കിൽ പറയാമോ? എന്തിനാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ. എല്ലാവരെക്കാളും അധികം കർത്താവ് എന്നെ സ്നേഹിച്ചെന്നാ എല്ലാവരും പറയുന്നു. അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കുമോ? അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി തല്ലുകൊള്ളൂ? അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിന്ന സഹിക്കുമോ? അല്ലെങ്കിൽ കൈ കിട്ടുന്ന കാശ് ദൈവത്തിന് കൊടുക്കുമോ? എല്ലാറ്റിലും അധികം എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു. അവൻ എല്ലാവർക്കും വേണ്ടി ജനിച്ചു. വായിച്ചു യെശയ്യാവ് 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ശിശു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. മകനാ, സ്വർഗത്തിലെ അപ്പന്റെ മകനെ നമുക്ക് തന്നതാ. ഹല്ലേലൂയ. ലൂക്കോസ് 2 പെട്ടെന്നെടുത്തോ. 10-11. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതിനകത്ത് സർവ്വജനത്തിനും റിലേറ്റ് ചെയ്തോണം. സർവ്വജനത്തിനും വേണ്ടിയാണ് അവൻ ജനിച്ചത്. അടുത്ത വാക്യം അത് തന്നെ 11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, കർത്താവായ
ക്രിസ്തു എന്ന രക്ഷിതാവ് ആ. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ആ. നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കായി എന്നുള്ളത് അടിവരയിട്ടോണം. പ്രൈസ് ദി ലോർഡ്. സർവ്വജനത്തിനു വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവൻ ജനിച്ചു. ഹല്ലേലൂയ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം ദേവസുതൻ പശുശാലയിൽ നരന അവതരിച്ചതു വെറും കഥയോ. ദേവസുതൻ ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനം പരമസമ്പന്നനി ധരണിയിലെ ദരിദ്രനായി തീർന്നു സ്വമനസാൽ. നിരുപമ പ്രഭയാണിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. നിരുപമ പ്രഭയാണിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൽ ധനമാഹാത്മ്യം. അവൻ എനിക്കായി ജനിച്ചു. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചു. ഭുവനമൊന്നാകെ ചമച്ചവന് ഒരു വീട് കിട്ടിയില്ല. കന്നുകാലിയുടെ തൊഴുത്തിൽ അവനെ കിടത്തി. എന്താ ഇന്ന് രാത്രി നാം ധ്യാനിക്കുന്നത്? അവൻ നിനക്കായി ജനിച്ചു. അവൻ നമുക്കായി ജനിച്ചു. അവൻ എനിക്കായി ജനിച്ചു. മമ്മിയോടെ സ്തോത്രം ചെയ്യാം. അവൻ ജനിച്ചത് എല്ലാവർക്കും വേണ്ടിയാ. രണ്ട്, അവൻ ജീവിച്ചത് എല്ലാവർക്കും വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എടുത്താട്ടമത്തായി 12:46 മുതൽ വായിച്ചു. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മ ആര്, എന്റെ സഹോദരന്മാർ ആര് എന്ന് ചോദിച്ചു. എന്റെ അമ്മ ആര്, എന്റെ സഹോദരന്മാരാര്? ഇതെന്തൊരു ചോദ്യം! അവൻ എല്ലാവർക്കും വേണ്ടിയാണ് ജീവിച്ചത്. ജോസഫിനും മറിയയ്ക്കും വേണ്ടിയല്ല, യഹൂദന്മാർക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? അത് വായിച്ചു, വായിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു ബന്ധവുമില്ലാത്ത, ജാതിയോ മതമോ ഇല്ലാത്ത ഒരു സമൂഹത്തെ നോക്കിയിട്ട് പറയുക, ഇവരെ നിങ്ങൾ കാണാം. വായിച്ചു ഒന്നോടെ. ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അവൻ ജീവിച്ചത് എല്ലാവർക്കും വേണ്ടി. അവൻ ജനിച്ചത് എല്ലാവർക്കും വേണ്ടി. അവൻ ജീവിച്ചത് എല്ലാവർക്കും വേണ്ടി. ഓ, ലോകത്തിൽ ആര് ജനിച്ചാലും അവൻ അവരുടെ കുടുംബത്തിന്റെ വകയാ.
വീട്ടുപേര് കൂട്ടി അവരെ അറിയപ്പെടുന്നത്. പേരെല്ലാം വീട്ടുപേര് കൂട്ടി അറിയപ്പെടുന്നത്. അവൻ അവരുടെ വകയാ. എന്നാൽ ദൈവപുത്രൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് താഴെ ലോകത്തിൽ വന്നിട്ട് ഏറ്റവും പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ജനിച്ചത് എന്തിനാ? അവൻ എല്ലാവരുടെയാണെന്ന് തെളിയിക്കാനാണ്. എന്തുകൊണ്ട്? പാവപ്പെട്ടവന്റെ വീട്ടിൽ വലിയവന് വരാൻ വിഷമമില്ല, പക്ഷെ വലിയവന്റെ വീട്ടിൽ പാവപ്പെട്ടവന് വരാൻ ഒക്കെയല്ല. അവൻ എല്ലാവർക്കും വേണ്ടി ജനിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ജീവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി കേട്ടു, അവൻ എല്ലാവർക്കും വേണ്ടി കണ്ടു, അവൻ എല്ലാവർക്കും വേണ്ടി കൈനീട്ടി, അവൻ എല്ലാവർക്കും വേണ്ടി കാലുവെച്ചു. എഴുതിയെടുത്ത് ചിന്തിച്ചോ, എഴുതിയെടുത്ത് ചിന്തിച്ചോ. അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ലിസൺ ചെയ്തു, അവൻ എല്ലാവർക്കും വേണ്ടി കണ്ടു, അവൻ എല്ലാവർക്കും വേണ്ടി കൈനീട്ടി, അവൻ എല്ലാവർക്കും വേണ്ടി കാലുവെച്ചു. നിനക്ക് വേണ്ടി അവൻ കാലുവെച്ചിട്ടില്ലേ? ആരും വരാത്ത രാത്രിയിൽ നിന്റെ കിടക്കക്കരികിൽ അവൻ വന്നിട്ടില്ലേ? കുഷ്ഠരോഗിയുടെ മേത്ത് ഭാര്യ തൊടുകയില്ല, ഭാര്യ തൊടുകയില്ല. എന്നാൽ എന്റെ യേശു കൈ നീട്ടി അവനെ തൊട്ടു, അവൻ എല്ലാവർക്കും വേണ്ടി കൈ നീട്ടി. ഇന്ന് രാത്രി കൂടെ പുറപ്പേ ആരും തരാത്ത സ്നേഹം അവൻ നിനക്ക് തന്നിട്ടില്ലേ? അവന്റെ ഒരു സ്പർശനം എത്ര വിലയുള്ളതാ! അവന്റെ ഒരു സ്പർശനം ഇന്ന് രാത്രി ഈ യോഗത്തിനിടെ കിട്ടും ചിലർക്ക്. ഓ, 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ വിലയേറിയതാ കർത്താവിന്റെ ഒരു സ്പർശനം. ഈ രാത്രി വചനം കേൾക്കുമ്പോൾ ചിലരുടെ മേൽ അവന്റെ കൈ വരുന്നു, ചിലർ സൗഖ്യം പ്രാപിക്കുന്നു, ചിലർ വിടുതൽ, ചിലർ ആരോഗ്യം പ്രാപിക്കുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞാൽ അവൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി കേട്ടു എന്ന് പറഞ്ഞാൽ എന്റെ സങ്കടം കേൾക്കാൻ ഈ ഉലകത്തിൽ ആരുമില്ലെന്ന് പറഞ്ഞവരുടെ സങ്കടം അവൻ കേട്ടു. യെസ്, എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും, എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ, ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ. ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടാതിനി, ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടാതിനി. പരമരാജ്യം തരുവതിന് താതനിഷ്ടമാ, പരമരാജ്യം തരുവതിന് കഷ്ടം നമുക്ക് ധരണിയിൽ, വരുമാനാവധി കഷ്ടം നമുക്ക് ധരണിയിൽ. കുരിശെടുത്തു പരന നിത്യം അനുഗമിക്കണം, കുരിശെടുത്തു പരന നിത്യം അനുഗമിക്കണം. ചെറിയ കൂട്ടമേ നിങ്ങൾ, ചെറിയ കൂട്ടമേ നിങ്ങൾ പരമരാജ്യം തരുവതിന്നു കാതലിഷ്ടമാ. അന്ധകാരത്താരെല്ലാം കണ്ണു മങ്ങുമ്പോൾ, അന്ധകാരത്താരെല്ലാം കണ്ണു മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ഉള്ളിലാകുല ചിന്തയും
ലോകത്തിൽ മങ്ങിയാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും നിന്നെ കാണാതിരുന്ന സമയത്തും ആ കണ്ണുകൾ നിന്നെ കണ്ടില്ലേ? ആരും നിന്റെ നിലവിളി കേൾക്കാനില്ലാത്ത രാത്രിയിലും ആ കാതുകൾ നിനക്കായി തുറന്നില്ലേ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളെക്കാൾ അധികം സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. 2001 ഏപ്രിൽ 8 ഒരു ആക്സിഡന്റിൽ പെട്ട് രാത്രി 12 മണിക്ക് ഞങ്ങൾ നടുറോട്ടിൽ കിടന്നപ്പോൾ നിലവിളി കേൾക്കാൻ ആരുമുണ്ടായി, ഒരു കണ്ണ് നോക്കാനുണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് രാത്രിയിൽ നിലവിളി കേട്ട ഒരു ദൈവം, അന്ന് രാത്രി ഇറങ്ങി വന്ന് കൈതന്ന ഒരു ദൈവം എങ്ങനെ പ്രസംഗിക്കാതിരിക്കും, എങ്ങനെ പാടാതിരിക്കും, എങ്ങനെ ചാടാതിരിക്കും? ഹല്ലേലൂയ. സന്തോഷവും ആവേശവും ഒക്കെ വരുമ്പോ ഒരു ബ്രേക്ക് ഇടുന്ന എന്നാ ചോദിച്ചാ നിങ്ങൾക്ക് മനസ്സിലാകാനാണല്ലോ ഞാനിത് പറയുന്നത് എന്ന് ഓർമ്മ വരുമ്പോഴാ ഞാൻ അങ്ങ് സ്പീഡ് കുറയ്ക്കുന്നത്. കാരണം എനിക്ക് സന്തോഷിക്കാനാണ് കുറവത്തിൽ സന്തോഷിക്കാം. നിങ്ങൾക്കിത് തിരിയോ കൂടെ വേണമല്ലോ. സ്തോത്രം. അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. 3, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അവൻ എല്ലാവർക്കും വേണ്ടിയാണോ മരിച്ചേ? അതെ. വായിച്ചേ യോഹന്നാൻ 1:29. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ക്രിസ്ത്യാനിയുടെ പാപമല്ല, മലയാളിയുടെ പാപമല്ല, ഇംഗ്ലണ്ടിലുള്ളവരുടെ പാപവുമല്ല, ലോകത്തിന്റെ 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 പാപം. ഏതെങ്കിലും മതങ്ങൾക്ക് ഇതുണ്ടോ പറയാൻ? ഏതെങ്കിലും ദൈവങ്ങൾക്ക് ഇത് അവകാശപ്പെടാനുള്ള തന്റെ ഇടമുണ്ടോ? മുഴുലോകത്തിന്റെയും പാപം ചുമക്കുവാൻ ഞാൻ വന്നു എന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇത് അധികാരത്തോടെ പറയുന്നു. ഒരാളെ ഇത് പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ കർത്താവ് മാത്രം. അവൻ ഇന്ന് രാത്രിയിൽ പറയുന്നു, കുഞ്ഞെ നിന്റെ പാപവും ഞാൻ ചുമന്നു, കൂടപ്പറപ്പേ നിന്റേതും, സഹോദരി നിന്റേതും, യൗവനക്കാരാ നിന്റേതും, റോട്ടിൽ നിൽക്കുന്ന സ്നേഹിത നിന്റേതും, മദ്യപിച്ചിട്ട് ലക്കില്ലാതെ നിൽക്കുന്ന ചേട്ടാ നിന്റേതും. ജീസസ്, ജീസസ്. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് എനിക്കൊരു കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനകത്തെ മണവാളന്റെ വീട്ടിൽ മണവാളനും അപ്പനും അമ്മയും മാത്രമേ വിശ്വാസമുള്ളൂ. ബാക്കി ബസ് നിറയെ ഈ സംഭവം ഒന്നും പിടികിട്ടാത്ത കുറെ മനുഷ്യരാ. കുറിയാക്കൊന്നിക്ക് അടിയുന്നു, ഏലിക്കുട്ടിന്നും മറിയക്കുട്ടിന്നൊക്കെ പേരുണ്ടെന്നേ ഉള്ളൂ. അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. ഇങ്ങോട്ട് ഊട് കഴിഞ്ഞപ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഇച്ചിരി സമയം കിട്ടിയപ്പോ പുറത്തിറങ്ങി പെട്രോൾ അടിച്ചു. എന്നിട്ട് പാടുന്ന പാട്ടായിരുന്നു എല്ലാ നാമത്തിലും മേലായ നാമം, പാപപരിഹാരം പാതവരൊക്കെ. എനിക്ക് മനസ്സിലായി ഈ ഒരു ചെറുക്കൻ ഇനി പോയതിന്റെ വിഷമ തീർക്കുന്നതാണ്. എന്നാലും നിനക്കത് പാടാനൊരു ഭാഗ്യം കിട്ടിയല്ലോ. നിന്നെ കൊണ്ട് വെള്ളമില്ലാതെ അത് പാടിപ്പിക്കുന്നേ. ഞങ്ങളിത് കൊല്ലക്കുറയായി പാടുന്നു. എന്നിട്ട് വല്ല മതിയായോ? ഈ 9:15 നിർത്തണമെന്ന് പറഞ്ഞോണ്ട് അല്ല ഞങ്ങൾ പാടും. ഇനി ഞങ്ങൾക്കിത് പാടി മതിയായിട്ടല്ല നിർത്തുന്നത്. ഇവിടെ ക്ഷീണിച്ചിട്ടൊന്നും അല്ല നിർത്തുന്നേ. എന്റെ പറഞ്ഞ നിങ്ങൾക്ക് വീട്ടിൽ പോയി പറ്റണമല്ലോ എന്ന് ഓർത്തിട്ട് അല്ലെ വെളുക്കുന്ന വരെ ഞങ്ങൾ പാടും. പാടും തോറും ജീവന, പാടും തോറും ശക്തിയ, പാടും തോറും വീഴ. Praise the Lord. Praise the Lord. ആരെങ്കിലും കാശ് തന്ന് ചാടിച്ചേക്കുന്ന ചാടുവോ? 2 ദിവസം കഴിയുമ്പോൾ കഥയ്ക്ക്. Praise the Lord. ഇത് വേറുണ്ടോ? അകത്തുണ്ട്. അതാ Praise the Lord. ഇതിനകത്തേതാണ്ടുണ്ട്, ഇതിനകത്തേതാണ്ടുണ്ട് കേട്ടോ.
ഇവിടെ ഇരിക്കുന്നവരുടെ അകത്തൊരു പവർ വ്യാപരിക്കുന്നുണ്ട്. അത് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ശക്തിയാണ്. ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ശക്തിയാണ്. ദ്രവിച്ച ശരീരത്തിനകത്ത് വ്യാപരിച്ചിറങ്ങി ലാസറിനെ പുറത്തു കൊണ്ടുവന്ന ശക്തി, ഉയർപ്പിന്റെ വ്യാപാര ശക്തി, വിശ്വസിക്കുന്നവർക്കും വേണ്ടി വ്യാപരിക്കുന്ന ഒറ്റ ശക്തി, വിടുതൽ കൊണ്ടുവരുന്ന ശക്തി, കണ്ണ് തുറപ്പിക്കുന്ന ശക്തി, കെട്ടഴിക്കുന്ന ശക്തി, വിവേചിക്കുന്ന ശക്തി, ഭൂതങ്ങളെ പുറത്തിറക്കുന്ന ശക്തി, മന്ത്രവാദത്തിന്റെ കയറുകളെ മുറിക്കുന്ന ശക്തി ഇന്ന് രാത്രി ഈ ശബ്ദ വീതികളിലൂടെ നിന്റെ കാതിൽ വന്ന് അടിക്കുന്നു. അത് ഏറ്റെടുത്താൽ മതി. വിടുതൽ ഇപ്പോൾ സംഭവിക്കുക. Receive your miracle now. നിന്റെ വിടുതൽ സ്വീകരിച്ചോ, നിന്റെ വിടുതൽ പ്രാപിച്ചോ, നിന്റെ അത്ഭുതം പ്രാപിച്ചോ. Receive your miracle now. This is the time. ഇതാണ് വിടുതലിന്റെ സമയം. ഇതാണ് സൗഖ്യത്തിന്റെ സമയം. ഇതാണ് ദൈവ പ്രവൃത്തിയുടെ സമയം. അതെ അതെ അതെ, ഊഹമല്ല, സങ്കല്പമല്ല, ദൈവത്തിന്റെ കൈ ഇവിടെ ഇറങ്ങുന്നത് ഞങ്ങൾ കാണുന്നു. ഓ അത് എന്ത് ക്യാൻസർ ആണെങ്കിലും സൗഖ്യമാകും. അത് എന്ത് രോഗമാണെങ്കിലും സൗഖ്യമാകും. അതെത്ര പഴക്കമുള്ള കെട്ടാണേലും പൊട്ടും. ഇതാ ഇന്ന് രാത്രി ഇവിടെ കുളം കലക്കിയിരിക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞു. സൗഖ്യം വ്യാപരിക്കുന്നു. എടുത്തു ചാടുന്നവർക്ക് കാണാം. വിടുതൽ ഭാവിക്കേണ്ടവർക്ക് ഭാവിക്കാം. ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം. പ്രവചിക്കേണ്ടവർക്ക് പ്രവചിക്കാം. This is the time. Oh, yes, yes, yes. This is the time. This is the time. യേശുവിന്റെ നാമത്തിൽ പഴക്കം ചെന്ന രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ മാനസിക അസ്വസ്ഥതകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബ കലഹങ്ങൾ ഇന്ന് രാത്രി അവസാനിക്കട്ടെ. കുടുംബത്തിനകത്ത് കലഹം കൂടെ കൊണ്ടുവരുന്ന പിശാചിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അഭിഷേകത്തിലേക്ക് യൗവനക്കാർ നടത്തപ്പെടുന്നു. അഭിഷേകം പ്രാപിക്കുന്നു. നിനക്കുള്ളത് പ്രാപിച്ചോ. വായ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചോ. അശുദ്ധാത്മാവേ, വിട്ടുവോ വിട്ടുവോ വിട്ടുവോ. കൃപാവരങ്ങൾ ജനത്തിലേക്ക് വ്യാപരിക്കട്ടെ. യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അഭിഷേകം 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 അഭിഷേകം. ദുഃഖങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി 9 ഒരൊറ്റ മുതൽ
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എന്നെ നിയോഗിക്കുന്നു. ഒരു അഭിഷേകത്തിന് വേണ്ടി ഹൃദയത്തിൽ കൊതിക്കുന്നവർ ഒന്ന് കൈയുയർത്തി പിടിച്ചേ. എഴുന്നേറ്റ് നിൽക്കാമോ? പുതുതായും ഇന്ന് ഞങ്ങൾ അഭിഷേകം പ്രാപിക്കും.